ഗംഗ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 2014 ശേഷം BJP സർക്കാർ പ്രത്യേക പദ്ധതി തന്നെ അതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് രാജ്യത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള പവിത്രമായിട്ട് ഹിന്ദുക്കളടക്കം വിശ്വസിക്കുന്ന ഒരുപാട് നദികളാണ് ഈ ഗംഗ, അതുപോലെ തന്നെ യമുന എന്നൊക്കെ പറയുന്നത്. അതിന് ഭാരതത്തിൻ്റെ തന്നെ, ഇന്ത്യയുടെ തന്നെ വലിയ പാരമ്പര്യത്തിൻ്റെ അത്രമാത്രം മഹനീയതയുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ കാലത്ത് എത്രയോ കാലങ്ങളായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അതിന് നൽകേണ്ട ഒരു പവിത്രതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശിഷ്ടതയോ തിരിച്ചറിയാത്ത സർക്കാരായിരുന്നല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചോ അതിൻ്റെ മഹനീയതയെക്കുറിച്ചോ യാതൊരു തരത്തിലുമുള്ള സങ്കല്പമോ അത് ഏത് രീതിയിൽ അതിനെ സംരക്ഷിക്കണമോ എന്ന് തുടങ്ങിയ നിലപാടുകളൊന്നും കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അധികാരത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുന്നത് എത്രയോ കാലങ്ങളായിട്ട്. അത് കൃത്യമായിട്ടും മനോഹരമായിട്ടും ചെയ്യുന്നതാണ് BJP സർക്കാർ എന്ന ബോധ്യം ജനങ്ങൾക്ക് മനസ്സിലായി. അത് തന്നെയാണ് ഈ ഗംഗാ ശുദ്ധീകരണം, അതുപോലെ തന്നെ ഇപ്പം യമുന ശുദ്ധീകരണം തുടങ്ങിയ പ്രവൃത്തികളിൽ അവരെ ഏറ്റവും കൂടുതൽ പ്രാപ്തരാക്കുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ അതിനോട് താല്പര്യം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഭാരതം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ പാരമ്പര്യത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് മറ്റ് സർക്കാരുകൾക്കില്ല. അപ്പം വരുന്ന സർക്കാരുകൾക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രം മനോഹരമായിട്ട് ഒരു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ രീതിയിൽ മുന്നേറ്റം സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.